ഗർഭപാത്രത്തിൽ നിന്ന്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ജീവകോശമായി, അച്ഛൻ്റെയും അമ്മയുടെയും എക്സും വൈയും സംയോജിച്ചൊരു ജീവകോശമായി 9 മാസം കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നതുവരെ ഈ ഒരു ഭ്രൂണത്തെ അല്ലെങ്കിൽ പിണ്ഡത്തെ ആരാണ് സംരക്ഷിച്ചത്? ആരാണ് ആറ്റു നോറ്റിരുന്ന് സംരക്ഷിച്ചത്? ആ ഒരു ശക്തിയെ, ആ അപ്രമേയമായ സത്യത്തെ, അല്ലെങ്കിൽ ആ അപ്രമേയമായ സത്യത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ കൃതി എന്ന് നമുക്ക് പറയാം. അതായത് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയില്ല, ഒരു രീതിയിലും അവിടെ കടന്നു ചെന്ന് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളത് ഒരു വസ്തുത. അതിനേക്കാൾ അപ്പുറം നമ്മളുടെ സങ്കല്പത്തിനെല്ലാം അപ്പുറമായ ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തെ എൻ തമ്പുരാന്റെ കളി എന്ന് അറിയുന്നത് ഒട്ടും അന്ധത്വമല്ല, അല്ലെങ്കിൽ ഒട്ടും അന്ധവിശ്വാസമല്ല എന്ന് ഈ കൃതിയിൽ പറയുമ്പോൾ, ആ ഗർഭപാത്രത്തിൽ മാത്രമല്ല, ഈ പ്രപഞ്ചമാകുന്ന ഗർഭപാത്രത്തിൽ നടക്കുന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതം ആണ് എന്ന് നമ്മൾക്ക്, ആ തമ്പുരാന്റെ കളിയാണ് എന്ന് അറിയുന്നതിൽ ലേശം പോലും അന്ധത്വമില്ല, അല്ലെങ്കിൽ അന്ധവിശ്വാസമല്ല എന്നുകൂടി നമുക്ക് ഈ കൃതിയിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഈ കൃതി ആദ്യം ഒന്ന് ചൊല്ലാം, അതിനുശേഷം ഓരോ സെന്റൻസുകൾ ചെയ്തൊന്ന് പരിചയം. കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിനു നീ അരുളീടു ശംഭോ. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു കാലന്റെ കയ്യിലണയാതെ വളർത്തി നീയെ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ അക്കാലം നിലച്ചു കരയുന്നതു കേൾക്ക ശംഭോ. രേതസു തന്നെയിടു രക്തമോടും കലർന്ന് നാദം തിരുന്നുരുവതായി നടുവിൽ കിടന്നു. മാതാവുമില്ലവിടെയെന്ന് പിതാവുമില്ലൻ താതൻ വളർത്തിയവനാണിവരിന്നു ശംഭോ. അന്നുള്ള വേദന മറന്നതു നന്നുണർന്നാൽ ഇന്നു തന്നെ എരിയിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനന്നു മുറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭോ. എന്തല്ല എന്നെ അകമേ ചുമടായി കിടത്തി. ഓരോരോ ഒരു സെല്ലിൽ നിന്ന് ഇത്രയും വലിയൊരു ശരീരം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എത്രമാത്രം അറിവുണ്ടായിരിക്കണം ആ വിഷയത്തെക്കുറിച്ച്. അല്പത്തിനായിരിക്കുന്ന ജീവന്മാർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ, അതായത് ഒരു അന്ധൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ സൂര്യനെ കാണാൻ പറ്റത്തില്ല, അല്ലേ? പക്ഷെ ഒരു 100 അന്ധന്മാർ കൂടിയാൽ സൂര്യനെ കാണാൻ പറ്റില്ലേ? അതുപോലെയല്ലോ ജീവന്മാരുടെ പ്രയത്നം. ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു കാരണമായിട്ട്, അതാണ് ഇതിലൂടെ കാണിക്കുന്നത്, ഒരുത്തനുണ്ട്, അവൻ്റെ കൃപ കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇതൊരു ഭക്തൻ്റെ കൂടി ഭാവമുണ്ട് ഇതിൽ നിന്ന് മാറി നിന്നാൽ എന്താണ് ഏത് ഭാവി ഭവിക്കേണ്ടത്? എന്താണോ തദ്ഭാവി, ഏത് അഭാവി നതദ്ഭാവി, ഭാവിച്ച് നതധന്യത. വരേണ്ടത് വരാതിരിക്കത്തുമില്ല, വരാതിരിക്കേണ്ടത് വന്നു ചേരത്തുമില്ല. ഇത് ചിന്താ വിഷഗ്നോയം ബോധോ ഭവതി ദുഃഖഹാന്ന് പറയും. ഈ ഒരു ചിന്ത തന്നെ ദുഃഖത്തെ ഹനിക്കുന്ന ബോധമാകുന്നു. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ പ്രാരബ്ധാനുസാരം നടക്കും. അപ്പോൾ പോലും അതിന് ഒരു നിയാമകൻ ഉണ്ടായിരിക്കണം. നിയാമകനില്ലാതെ നിയമങ്ങൾ ചലിക്കത്തില്ല.